എല്ലാ ജീവികളും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ശ്വസിക്കുന്നത്. അങ്ങനെ രക്തത്തിൽ അലിഞ്ഞ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്യാൻ വേണ്ടി ഹൃദയം ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു ഹൃദയം കൊണ്ട് നീരാളിയുടെ ഇത്തരത്തിലുള്ള പമ്പിങ് നടക്കില്ല. അതിന് കാരണം നീരാളിയുടെ ചോര നല്ല കൊഴുത്ത ചോരയാണ്. നമ്മുടെ ഹൃദയം ശ്വാസകോശത്തിൽ നിന്നുള്ള ഓക്സിജൻ നിറഞ്ഞ ശുദ്ധരക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് കൂടാതെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വരുന്ന ആ ശുദ്ധരക്തത്തെ കൂടി വീണ്ടും ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് പണിയും ഒറ്റ ഹൃദയം തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പമ്പിങ് അത്ര എളുപ്പമല്ല കൊഴുത്ത രക്തമുള്ള നീരാളിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നീരാളിക്ക് 3 ഹൃദയങ്ങളുണ്ട്. 2 ബ്രാക്കിയൽ ഹൃദയങ്ങൾ. ഈ 2 ഹൃദയങ്ങളും ഗില്ലുകളുടെ അടിയിലാണുള്ളത്. ഇവ ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ ഗില്ലുകളിലേക്ക് ശക്തിയായിട്ട് പമ്പ് ചെയ്യുന്നു. പിന്നെയുള്ളത് സിസ്റ്റമിക് ഹൃദയം. ഗില്ലുകളിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചിട്ട് വരുന്ന രക്തത്തെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗത്തേക്കൊക്കെ പമ്പ് ചെയ്യുന്നത് ഈ ഹൃദയമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീരാളി വേഗത്തിൽ നീന്തുമ്പോൾ, അതായത് ഈ സൈഫൺ വഴി ശക്തിയിൽ വെള്ളം പുറത്തേക്ക് ചീറ്റിയാണല്ലോ അങ്ങനെ നീങ്ങുന്നത്. ആ സമയത്ത് ഹൃദയം പമ്പ് ചെയ്യാനും ഈ വെള്ളം പുറത്തേക്ക് ചീറ്റാനും ഒക്കെയുള്ള ഊർജ്ജം ഇതിനുണ്ടാവില്ല. അതിനാൽ തന്നെ ഈ സിസ്റ്റമിക് ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറച്ച് സമയത്തേക്ക് നിർത്തിവെച്ചിട്ടാണ് ഈ തള്ളൽ. അതുകൊണ്ട് തന്നെ നീരാളിക്ക് വെള്ളത്തിലൂടെ വളരെ നേരമൊന്നും ഇങ്ങനെ നീന്താൻ പറ്റില്ല. ഓക്സിജൻ കിട്ടാതെ അത് തളർന്നു പോകും. നമ്മുടെ രക്തത്തിൽ ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്ത് അത് ഓരോ കോശങ്ങളിലും എത്തിക്കുന്നതും അവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അതിനോട് ബോണ്ട് ചെയ്യിപ്പിച്ചിട്ട് ശ്വാസകോശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമൊക്കെ ചുവന്ന രക്താണുവിലെ ഇരുമ്പ് ഘടകമായിട്ടുള്ള ഹീമോഗ്ലോബിനാണല്ലോ. എന്നാൽ നീരാളിയുടെ ചോരയിൽ ഈ ഇരുമ്പ് ഘടകമല്ല ഉള്ളത്, ചെമ്പ് ഘടകമാണ്. അതായത് ഹീമോസയാനിൻ. ഓക്സിജൻ വളരെ കുറഞ്ഞതും തണുത്തതുമായിട്ടുള്ള ആഴക്കടലുകളിൽ ഗില്ലുകൾക്ക് ഓക്സിജൻ വേഗത്തിൽ വലിച്ചെടുക്കാൻ ഹീമോഗ്ലോബിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ പറ്റുക ഹീമോസയാനിനാണ്. നമ്മുടെ രക്തത്തിന് ചുവപ്പ് കളറൊക്കെ കിട്ടുന്നത് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണെന്ന് അറിയാമല്ലോ. എന്നാൽ ഹീമോസയാനിൻ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ അത് നീല നിറത്തിലാവും. അതുകൊണ്ട് നീരാളിയുടെ ചോരക്ക് നിറം നീലയാണെന്ന് പറയാം. കൂടാതെ നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ ഉള്ളിൽ റെഡ് ബ്ലഡ് കോർപ്പസെൽസിൻ്റെ ഉള്ളിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. എന്നാൽ ഹീമോസയാനിൻ നീരാളികളുടെ രക്തപ്ലാസ്മയിൽ നേരിട്ട് ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഇത് നീരാളിയുടെ രക്തത്തിന് കൊഴുപ്പ് അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂട്ടും. അങ്ങനെയാണ് നീരാളിയുടെ രക്തം കൊഴുപ്പുള്ളതാകുന്നത്. ഇത് പമ്പ് ചെയ്യേണ്ട വിഷമം മൂലമാണ് 3 ഹൃദയങ്ങളും അതിനുള്ളത്.